പ്രതി നമ്മൾ നേരത്തെ ഒരു കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട വാർത്ത നമ്മൾ നേരത്തെ നൽകിയിരുന്നത് കോതമംഗലത്താണ്. ഇതിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി വരുന്നു. ഇടുക്കി ചിന്നക്കനാൽ സിങ്ക് കണ്ടത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. ചിന്നക്കനാൽ സ്വദേശി രാജു രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. രാജു സഞ്ചരിച്ചിരുന്ന ബൈക്ക് ആന തട്ടിയിട്ടു. ഒരു പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്, അതിലേക്ക്. എന്നെ കണ്ടപ്പോൾ തന്നെ ആന ഇറങ്ങി റോട്ടിൽ വന്ന് എന്നെ തടഞ്ഞ് തട്ടാൻ വേണ്ടിയാ വന്നപ്പോൾ തന്നെ ഞാൻ തട്ടിട്ട് വന്ന് വിളിച്ചത് വിളി കേട്ടിട്ട് സ്വാമീന അയ്യപ്പാൻ ശരണം വിളിച്ചപ്പോൾ വന്ന് ഒറ്റ ചവിട്ട് മറ്റേ പുറങ്കാലം കൊണ്ട് വണ്ടീനെ തട്ടി താല ഉരുണ്ട് മാറി. ഞാൻ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോണ പിന്നെയും കയറി വന്നപ്പോഴാണ് ഞാൻ എണിച്ചിട്ട് അവിടെ തന്നെ പിന്നെയും ഒരു വിളിച്ചിട്ട് മാറി അങ്ങോട്ട് പോയ. പിന്നെ ഞാൻ മാറിയ. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട്. രാഹുൽ, ചിന്നക്കനാൽ എന്ന് പറയുന്നത് പതിവായി ഇത്തരത്തിൽ കാട്ടാന ആക്രമണമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ആൾ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഏറെ ആശ്വാസകരമായ വാർത്ത. അങ്ങനെ തന്നെയാണ്. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ് ചിന്നക്കനാൽ വിലക്ക് സിങ്കുകണ്ട ഈ പ്രദേശമൊക്കെ. ഇന്ന് സിങ്കുകണ്ടത്ത് നിന്ന് വിലക്ക് ഭാഗത്തേക്ക് ബൈക്കിൽ വരുന്നതിനിടെയാണ് ഈ രാജുവിന് കാട്ടാന ആക്രമണം വെക്കേണ്ടി വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാട്ടാന നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിരുന്നില്ല. പിന്നീട് ബൈക്ക് കടന്നു പോയതിന് പിന്നാലെ ബൈക്കിന് പുറകിൽ വന്ന് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. നിലത്തേക്ക് വീണ രാജുവിന്റെ കൈക്കും മുതുകിനും പരിക്കേറ്റിട്ടുണ്ട്. സാരമായ പരിക്കാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് RRT എത്തി ഇവിടെ ഉണ്ടായിരുന്ന കാട്ടാനയെ റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് അതുവഴിയുള്ള ഗതാഗതം ഉൾപ്പെടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം അവിടെ ഇല്ല. പക്ഷേ ഈ രാജുവിന് പരിക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.